നമസ്കാരം ഫുട്ബോൾ പീരിയഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളാണെങ്കിൽ ഈ വീക്കെൻഡിൽ പ്രീമിയർ ലീഗിലും ലലീഗയിലും ബുണ്ടസ് ലീഗയിലും സിരിയയിലും നമ്മുടെ ടോപ്പ് ടീമുകൾ കളിക്കുന്ന ഒപ്പോണൻസിനെ ജസ്റ്റ് ഒന്ന് പറയാനായിട്ടാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. കൂടാതെ ചെറിയൊരു പ്രഡിക്ഷൻ. ഈ സീരീസ് ഫോളോ ചെയ്യണം. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? എല്ലാ വീക്കിലും വരാൻ പോകുന്ന മാച്ച് ഡേയ്സിലെ ടീമുകളുടെ മാച്ചുകൾ ചെറിയൊരു പ്രഡിക്ഷൻ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക. നമ്മൾ നേരെ പ്രീമിയർ ലീഗിൽ തുടങ്ങാം. പ്രീമിയർ ലീഗ് കിക്ക് ഓഫ് ചെയ്യുന്ന ആർസണൽ വേഴ്സസ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിലെ മത്സരത്തിലാണ്. നമുക്കറിയാം ആംഗെ പോസ്റ്റക്കോഗ്ലുവിന്റെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ ആയിരിക്കും നേരിടാനായിട്ട് പോവുക മിക്കേൽ ആർട്ടറ്റയുടെ ആർസണൽ സോഫാർ സീസണിൽ നല്ല സ്റ്റാർട്ട് തന്നെയായിരുന്നു. ആദ്യത്തെ 2 മാച്ച് ജയിച്ചു തുടങ്ങി. ലീഡ്സിനെ യുണൈറ്റഡിനെ തോപ്പിച്ച് ഈവൻ യുണൈറ്റഡിനെ അഗേൻസ്റ്റ് അധികം കൺവിൻസിങ് അല്ലായിരുന്നെങ്കിലും പിന്നീട് ലിവർപൂൾ മാച്ചിൽ 1-0 ലോസ് അവർക്ക് ചെറിയൊരു അടി തന്നെയാണ്. ബട്ട് ആദ്യത്തെ 3 മാച്ചുകൾ കഴിയുമ്പോഴേക്കും 6 പോയിന്റുമായിട്ടാണ് ആർസണൽ നിൽക്കുന്നത്. അതേസമയത്ത് അപ്പുറത്ത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് സീസൺ സ്റ്റാർട്ടിൽ തന്നെ അവരുടെ കോച്ചിനെ സാക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. ന്യൂനോയിൽ തന്നെ സാക്ക് ചെയ്ത് ഇപ്പം ആംഗെ പോസ്റ്റക്കോഗ്ലു കോച്ചായിട്ട് വന്നിരിക്കുകയാണ്. ഇവന്തോ ഒരു വിന്നിങ് സ്റ്റാർട്ടിലൂടെയൊക്കെ തുടങ്ങിയെങ്കിലും അവർ ചെറിയ 1-2 എസ്പെഷ്യലി ലാസ്റ്റ് മാച്ചിൽ വെസ്റ്റ് ഹാമിന് അഗേൻസ്റ്റ് ഒരു ഞെട്ടിക്കുന്ന തോൽവി തന്നെ 3-0 ഒരു തോൽവി അവർ നേരിടുന്നതൊക്കെ നമ്മൾ കണ്ടു. ഡെഫിനറ്റ്ലി കോച്ചും ഓണറിനും ഇടയിലുള്ള ഇഷ്യൂസ് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. അങ്ങനെ സാക്ക് കിട്ടി ഇപ്പോൾ ആംഗെ വന്നു. ആംഗെ ആളുടെ ഫിലോസഫീസ് ഇംപ്ലിമെന്റ് ചെയ്യുമോ അതോ ന്യൂനോയുടെ ഫിലോസഫി എന്താണെന്ന് പുള്ളിക്ക് അറിയാം. കാരണം പുള്ളി ടോട്ടനാമിന്റെ കോച്ചായിരുന്നു. ആംഗെ വേഴ്സസ് ന്യൂനോ ബാറ്റിൽ നടന്നിട്ടുള്ളതാണ്. അതിനകത്ത് തന്നെ പുള്ളിക്ക് അറിയാം എന്താണെന്ന്. മേ ബി ആ ഒരു ഫിലോസഫി തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ആർസണൽ മാച്ചാണ്, വെറുതെ പുള്ളിയുടെ ഫിലോസഫി ഫസ്റ്റ് മാച്ചിൽ തന്നെ കയറി ഇംപ്ലിമെന്റ് ചെയ്ത് പണി വാങ്ങിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് സോളിഡ് ഡിഫൻസീവ് ഗെയിം തന്നെ ആയിരിക്കും ആംഗെ സെറ്റപ്പ് ചെയ്യാൻ പോവുക എന്നുള്ളൊരു ഫീലാണ് ഇപ്പോൾ എനിക്കുള്ളത്. പക്ഷേ ഐ എം ലീനിങ് മോർ ടുവേർഡ്സ് ആൻ ആർസണൽ വിൻ. എൻ്റെ പ്രഡിക്ഷൻ 2-0 ആർസണൽ വിന്നാണ്. സാക്കയും മറ്റുമൊക്കെ ഔട്ടാണ് ഈ മാച്ചിൽ. സാക്ക ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകളുള്ള. ഹാവേർഡ്സ് ഇസ് നോട്ട് അവൈലബിൾ. വൈറ്റിന്റെ കാര്യം സംശയമാണ്. സലീബ ചെറിയൊരു ഇഞ്ചുറി ഉണ്ട്. നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. അവിടുന്ന് നമ്മൾ അടുത്ത മാച്ചിലോട്ട് പോകാനായിട്ടാണെങ്കിൽ കുദൂസ് ഡെർബി ഇന്ന് രാത്രി 10 മണിക്ക് നടക്കുന്നുണ്ട്. വെസ്റ്റ് ഹാം ആണെങ്കിൽ ടോട്ടനാം ഹോട്ട്സ്പറിനെ അവരുടെ ഹോമിലും, വെസ്റ്റ് ഹാമിന്റെ ഹോം മാച്ചാണ്. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്കാണ് നേരിടാനായിട്ട് പോവുക. നമുക്കറിയാം ഗ്രഹാം പോട്ടർ സീസണിലെ ആദ്യത്തെ 2 മാച്ചും തോൽവിക്ക് ശേഷം മേ ബി ലാസ്റ്റ് മാച്ച് നോട്ടിംഗ്ഹാമിനോട് തോക്കുമായിരുന്നെങ്കിൽ സാക്കാവും എന്നുള്ള കാര്യം, അതായത് ഇന്റർനാഷണൽ ബ്രേക്കിന് മുമ്പ് സാക്കാവും എന്നുള്ള കാര്യം ഓൾമോസ്റ്റ് സർട്ടൺ ആയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ആ മാച്ചിൽ നോട്ടിംഗ്ഹാമിനെ സർപ്രൈസിംഗ്ലി 3-0 തോപ്പിച്ചുകൊണ്ട് ആളുടെ കോച്ചിങ് ജോബ് നിലനിർത്തുമായിരുന്നു. ഈ മാച്ചിൽ നമുക്കറിയാം മേ ബി ഒരു ഹെവി ഡിഫീറ്റ് കിട്ടുവാണെങ്കിൽ മിക്കവാറും സാക്കാവാനായിട്ടുള്ള സാധ്യത നല്ലപോലെ കാണുന്നുണ്ട് ഗ്രഹാം പോട്ടർ. അപ്പുറത്തെ ടോട്ടനാം സീസൺ സ്റ്റാർട്ട് അതിഗംഭീരമായിരുന്നു. ബേൺലിനെ 3-0 തോപ്പിക്കുന്നു. സിറ്റിനെ എമിറേറ്റ്സിൽ ചെന്ന് 2-0 തോപ്പിക്കുന്നു. പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലാസ്റ്റ് മാച്ച് ചെറിയൊരു അടി കിട്ടി ബോൺമുത്തിനോട്. ബോൺമുത്ത് നശിപ്പിച്ചെന്ന് തന്നെ പറയാൻ പറ്റും ഓവറോൾ ഗെയിം പ്ലേയിൽ. പക്ഷേ സ്കോർ ലൈൻ 1-0 ആണെങ്കിലും കംപ്ലീറ്റ്ലി ആപ്പാടെ 1 ഷോട്ട് ഓൺ ടാർഗറ്റ് ഒക്കെയാണ് ടോട്ടനാമിന് ആ മാച്ചിൽ എടുക്കാനായിട്ട് സാധിച്ചത്. കംപ്ലീറ്റ് ഡോമിനേഷൻ ഫ്രം ബോൺമുത്ത് ആയിരുന്നു. പക്ഷേ നമുക്കറിയാം തോമസ് ഫ്രാങ്കിന്റെ ടോട്ടനാമാണ്. ദേ വിൽ ബൗൺസ് ബാക്ക് എന്നൊരു ഫീൽ ഉണ്ട്. നമുക്ക് നോക്കാം ഈ മാച്ചിലോട്ട് വരുമ്പോൾ എങ്ങനെ പോകുമെന്ന്. കുദൂസ് കൂടുതൽ മോട്ടിവേറ്റഡ് ആയിരിക്കും. എനിക്ക് ഐ ആം ലീനിങ് ടുവേർഡ്സ് എ ടോട്ടനാം വിൻ. ഐ എം ഗോയിങ് ഫോർ എ 4-0 ടോട്ടനാം വിൻ. ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രഡിക്ഷൻ പറയാം. അതുപോലെ തന്നെ നമുക്കറിയാം ചെൽസി ആണെങ്കിൽ ഇന്ന് ബ്രെൻഫോർഡ് എവേ കളിക്കുന്നുണ്ട്. ഇന്ത്യൻ സമയം ടെക്നിക്കലി പറയാനായിട്ടാണ് സൺഡേ വെളുപ്പിന് 12:30 ഈ മത്സരം നടക്കുക. ബ്രെൻഫോർഡ് എവേ എപ്പോഴും ചെൽസിക്ക് ഒരു ടഫ് ഫിക്സറാണ്. എപ്പോഴും ചെൽസി എന്ന് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്ന ഒരു സ്ഥലവും കൂടാണ്. പക്ഷേ നമുക്കറിയാം ബ്രെൻഫോർഡ് ഈ സീസണിൽ അധികം സൂപ്പർബല്ല. അവർക്ക് കുറെ ടോപ്പ് ടാലന്റുകളൊക്കെ നഷ്ടപ്പെട്ടു. വിസ ഒക്കെ പോലത്തെ ടോപ്പ് എംബൂമോ ഒക്കെ പോലത്തെ അവരുടെ ഗോൾ സ്കോറിംഗ് മെഷീനുകൾ പോയി. അതുപോലെ തന്നെ തോമസ് ഫ്രാങ്ക് അവരുടെ മെയിൻ അമരക്കാരനായിരുന്ന തോമസ് ഫ്രാങ്ക് അവരുടെ കോച്ചിനെ അവർക്ക് നഷ്ടപ്പെടുകയുണ്ടായി. ഈ സീസണിലോട്ട് വരുമ്പം ബ്രെൻഫോർഡ് റെലഗേഷൻ ബാറ്റിൽ ഉണ്ടാവും എന്നൊരു ഫീൽ എനിക്ക് റൈറ്റ് നൗ ഉണ്ട്. പക്ഷേ സീസൺ സ്റ്റാർട്ടിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇവന്തോ ഒരു വിക്ടറി ഒക്കെ അവർ നേടിയിട്ടുണ്ട്. ഇന്ത്യൻ സമയം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ നാളെ 12:30 നടക്കുന്ന ഈ ഒരു മത്സരത്തിൽ സോഫാർ ബ്രെൻഫോർഡ് 2 ലോസും ഒരു വിക്ടറിയുമായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പുറത്തെ ചെൽസി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ 2 വിന്നും ഒരു ഡ്രോയുമായിട്ടാണ് നിൽക്കുന്നത്. ചെൽസിയുടെ സ്റ്റാർട്ട് മോശമല്ല, ഇവന്തോ കൺവിൻസിങ് അല്ല എന്ന് പറയേണ്ടി വരും. വെസ്റ്റ് ഹാമിനെ 5-1 അവരുടെ ഹോമിൽ ചെന്ന് തോപ്പിച്ചു. പക്ഷേ എഗെയിൻസ്റ്റ് ക്രിസ്റ്റൽ പാലസ് അവർ സമനിലയിൽ പിരിഞ്ഞു. കൂടാതെ ലാസ്റ്റ് ഫുള്ളാം മാച്ച് അവർ ജയിച്ചെങ്കിലും കുറച്ച് കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്ന ഒരു മാച്ച് വരുന്നു. ചെൽസിക്ക് മേ ബി ഈ സീസണിൽ അങ്ങോട്ടൊക്കെ ആ ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ ടൈമായി, എല്ലാവർക്കും ഒന്ന് അപ്പ് ചെയ്യേണ്ട ഒരു ടൈമായി എന്നുള്ള ഒരു പെർഫോമൻസ് കൊടുക്കാനായിട്ട് റെഡിയായി നിൽക്കുന്ന മാച്ചുകൂടായിരിക്കും അത്. ചെൽസിക്കും കുറച്ച് ഇഞ്ചറി വറീസ് ഒക്കെ ഉണ്ട് ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും. ഇപ്പം ലാവിയ തിരിച്ച് ട്രെയിനിങ് തുടങ്ങിയ റിപ്പോർട്ടുകളുണ്ട്. ബട്ട് എസൂജോ 12 ആഴ്ചയിലേക്ക് ഔട്ടാണെന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കൂടാതെ പാൾമർ ഒക്കെ നോക്കേണ്ട കാര്യമാണ് എങ്ങനെ പോകുന്നത്. എന്തായാലും ലെറ്റ്സ് സീ. ഐ തിങ്ക് ജാവോ പെഡ്രോ ഈ മാച്ചിൽ മറ്റൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നൊരു ഫീൽ ഇപ്പോഴും ഉണ്ട്. ഐ എം ഗോയിങ് ഫോർ എ ചെൽസി വിൻ. 2-0 ചെൽസി വിൻ ആണ് എൻ്റെ പ്രഡിക്ഷൻ. അവിടുന്ന് നമ്മൾ നേരെ സൺഡേ നടക്കുന്ന മത്സരത്തിലോട്ട് വരാനായിട്ടാണെങ്കിൽ ലിവർപൂൾ വിൽ ബി ടേക്കിംഗ് ഓൺ ബേൺലി അവേ ആണ്. ലിവർപൂൾ ഈ സീസണിലെ സ്റ്റാർട്ട് സൂപ്പർബാണ്. 3 മാച്ചിലും 3 ജയിച്ചു. പക്ഷേ
ആദ്യത്തെ 2 മാച്ച് അഗൈൻസ്റ്റ് ന്യൂകാസിലാണെങ്കിലും ബോർൺമത്ത് ആണെങ്കിലും കുറച്ച് സ്ട്രഗിൾ ചെയ്തു. ബട്ട് അഗൈൻസ്റ്റ് ആർസണൽ നമ്മൾ കണ്ടു, ഇവൻ ഫസ്റ്റ് ഹാഫ് കൺവിൻസിങ് അല്ലായിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫിൽ നമ്മൾ അർനെ സ്ലോട്ടിന്റെ ലിവർപൂളിനെ കാണുകയുണ്ടായി. 3 മാച്ചിലും 3 വിൻ, ഒരു ചാമ്പ്യൻ സ്റ്റാർട്ട് തന്നെയാണ് അവർ നടത്തിയിരിക്കുന്നത്. എല്ലാവരും നോക്കി നിൽക്കുന്ന ഇസാക്ക് ഗോൾ അടിക്കുകയോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമാണ്. സോ നമുക്കറിയാം അലക്സാണ്ടർ ഇസാക്കിനെ ആഡ് ചെയ്തതിന് ശേഷമുള്ള ഫസ്റ്റ് മാച്ചാണ് ലിവർപൂളിൻ്റെ ഇത്. ഇസാക്ക് ബെഞ്ചിൽ നിന്ന് ഇറങ്ങും എന്നുള്ള റിപ്പോർട്ടുകളാണ് കേൾക്കുന്നത്. മറ്റ് കുറച്ച് കാര്യങ്ങളുള്ളത് എന്താണെന്ന് വെച്ചാൽ ബ്രാഡ്ലി സ്റ്റാർട്ട് ചെയ്യുമോ, മക്കലിസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമോ, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കേർട്ടിസ് ജോൺസ് ഇഞ്ചറി കാരണം ഔട്ടാണെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. എക്കിറ്റിക്ക് ഇസാക്ക് അറ്റ് ദ സെയിം ടൈം പിച്ചിൽ കാണും, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് എല്ലാവരും ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം അടുത്ത മാച്ച് ആൻഫീൽഡിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് അഗേൻസ്റ്റ് ആണ് വരുന്നത്. നമ്മൾ നോക്കാനായിട്ടാണ് ചാമ്പ്യൻസ് ലീഗിൽ. സോ ഈ മത്സരത്തിൽ നല്ലൊരു വിക്ടറി നേടിക്കൊണ്ട് കോൺഫിഡൻസ് ആയിട്ട് പോകാൻ തന്നെയായിരിക്കും ലിവർപൂൾ ഫാൻസിൻ്റെയും ലിവർപൂൾ ടീമിൻ്റെയും എല്ലാവരുടെയും ആഗ്രഹം. സോ ഡെഫിനറ്റ്ലി ഐ തിങ്ക് ദിസ് വിൽ ബി എ ഈസി വിൻ ഫോർ ലിവർപൂൾ എന്നാണ് ഇപ്പോൾ എനിക്കൊരു ഫീൽ ഉള്ളത്. ബേൺലിയുടെ സീസൺ സ്റ്റാർട്ട് അധികം കൺവിൻസിങ് അല്ല നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ. സോ ഐ ആം ഗോയിങ് ഫോർ എ 4-1 ലിവർപൂൾ വിൻ എന്ന് ഇപ്പം ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നു. ലിയോണിക്ക് ഈ മാച്ച് സ്റ്റാർട്ട് കിട്ടിയേക്കാം എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകളുണ്ട്. സോ ഐ തിങ്ക് ഡിയോഗോ ലിയോണിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ ഒരു മാച്ചോടാണ് ബേൺലി അവേ. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. സോ ഫാർ ഒരു വിന്നും 2 ലോസുമാണ് ബേൺലിക്ക് ഉള്ളത്. ലിവർപൂൾ അപ്പുറത്ത് അൺബീറ്റൺ ആണ്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ആദ്യത്തെ മാച്ച് നമ്മൾ നോക്കാനായിട്ടാണ് ഇറ്റ്സ് ദ മാഞ്ചസ്റ്റർ ഡെർബി. എത്തിഹാഡ് സ്റ്റേഡിയത്തിൽ വെച്ച് മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. സോ മാഞ്ചസ്റ്റർ സിറ്റിക്കും യുണൈറ്റഡിന് ഇഞ്ചുറി വറീസ് ഉണ്ട്. മത്തേസ് കുൻഹയും മൗണ്ടും ഡാലോട്ടും ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അത് ഹ്യൂജ് ബ്ലോ തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിത്തൗട്ട് എ ഡൗട്ട്. അപ്പുറത്ത് സിറ്റിയിലോട്ട് വരുമ്പോൾ മർമൂഷ് ഇല്ല എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ കേൾക്കുന്നത്. സബീനോയ്ക്ക് ചെറിയ ഇഞ്ചുറി ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ ലെറ്റ്സ് സീ അവിടെ എങ്ങനെ പോകുന്നു. ഗ്വാർഡിയോൾ ട്രെയിനിങ് തുടങ്ങിയിട്ടെങ്കിലും മാച്ച് ഫിറ്റ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ തന്നെ ഐറ്റ്നൂർ ഇഞ്ചുറി കാരണം ഔട്ടാണ്. സോ സിറ്റിക്ക് അത്യാവശ്യം ഇഞ്ചുറി വറീസ് ഉണ്ട് ഈ മാച്ചിലോട്ട് വരുമ്പോൾ. യുണൈറ്റഡിനും അപ്പുറത്തുണ്ട്. സീസണിലെ സോഫാർ 2 ടീമുകളുടെയും സ്റ്റാർട്ട് ഗംഭീരമല്ല. സിറ്റി നമ്മൾ നോക്കാനായിട്ടാണ് ആദ്യത്തെ മാച്ച് വൂൾസിനെ 4-1 തോൽപ്പിച്ച് തുടങ്ങിയെങ്കിലും പിന്നീട് അടുത്ത 2 മാച്ചുകളും അവർ ടോട്ടൻഹാമിനോടും ബ്രൈറ്റനോടും തോക്കുന്നതാണ് നമ്മൾ കണ്ടത്. സോ സിറ്റി ഇപ്പം ടോപ്പ് 10 പോലും ഇല്ല ടേബിളിൽ. അപ്പുറത്ത് യുണൈറ്റഡ് ഇവൻ ടോപ്പ് 10 അവരുടെ സ്റ്റാർട്ട് അധികം കൺവിൻസിങ് അല്ല. ഫസ്റ്റ് മാച്ച് ആർസണലിനോട് നല്ലതായിട്ട് കളിച്ചെങ്കിലും 1-0 തോറ്റു. സെക്കൻഡ് മാച്ചും തേർഡ് മാച്ചും ഫുള്ളാമിനോട് 1-1 ഡ്രോ ആയി. അതേസമയത്ത് 2-2 ഡ്രോ ആയി. അതേസമയത്ത് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇവർക്ക് അഗേൻസ്റ്റ് നമ്മൾ ലാസ്റ്റ് മാച്ചിൽ ബേൺലിക്ക് അഗേൻസ്റ്റ് ഒരു 3-2 വിന്നുമായിട്ട് സീസണിലെ ഫസ്റ്റ് വിൻ യുണൈറ്റഡ് നേടുന്നത് നമ്മൾ കണ്ടു. സോ ഫാർ യുണൈറ്റഡ് ഈവൻ ദോ കൺവിൻസിങ് അല്ല പെർഫോമൻസ് എങ്കിലും 3 കളി കഴിഞ്ഞപ്പോഴേക്കും 4 പോയിന്റ്സ് ഉണ്ട്, വിച്ച് ഈസ് ഓക്കെ സ്റ്റാർട്ട്. സോ ഈ മാഞ്ചസ്റ്റർ ഡെർബിയിലോട്ട് വരുമ്പോഴേക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്നാന്ന് വെച്ചാൽ മേ ബി പലപ്പോഴും സിറ്റി ഒരു ക്ലിയർ ഫേവറേറ്റ്സ് ആണ് ലാസ്റ്റ് കുറേ ഇയേഴ്സ് ആയിട്ട് ഡെർബിയിലോട്ട് വരും. പക്ഷേ ഇവിടെ നമ്മൾ നോക്കാനാണ് സിറ്റിയുടെ സ്റ്റാർട്ടും യുണൈറ്റഡ് നമുക്കറിയാം അമോറിമിൻ്റെ അണ്ടർ അഗേൻസ്റ്റ് ടോപ്പ് സൈഡ്സ് അവർ അണ്ടർഡോഗ്സ് ആവുന്ന മാച്ചുകൾ അവർ പെർഫോമൻസ് അപ്പ് ചെയ്യാറുണ്ട്. ബോത്ത് ഡിഫെൻസീവ്ലി ആൻഡ് ഒഫൻസീവ്ലി ആണ്. അവരുടെ കൗണ്ടർ അറ്റാക്കിംഗ് സ്റ്റൈൽ ഓഫ് പ്ലേ മേ ബി ഇപ്പോൾ സിറ്റി ഈ സീസണിൽ ഏറ്റവും സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന അവരുടെ വൈഡ് ഏരിയാസിലോടുള്ള അറ്റാക്ക് ഒപ്പോണൻസിൻ്റെ അറ്റാക്കിലൂടെയാണ്. ആൻഡ് യുണൈറ്റഡ് ഏറ്റവും ത്രൈവ് ചെയ്യുന്നതും സോഫാർ ഈ സീസൺ വൈഡ് ഏരിയാസിലോടുള്ള അറ്റാക്കാണ്. മേ ബി സെൻട്രലി അവർക്ക് അധികം പെനട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റിയ മിഡ്ഫീൽഡേഴ്സ് ഇല്ല. സോ ഈ മാച്ചിലോട്ട് വരുമ്പോൾ മേ ബി പുള്ളി 3-man മിഡ്ഫീൽഡ് വെച്ച് ഇറങ്ങുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മെറ്റോറിനോ ഉണ്ട് റൂബൻ അമോറിമിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ. അപ്പോൾ പെപ് ഗോർഡിയോള റൈറ്റ് ഹാൻഡ് സൈഡിൽ അവരുടെ ഡിഫൻസീവ് ഇഷ്യൂസ് എങ്ങനെ കവറപ്പ് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യനും ഉണ്ട്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ഐ എം ലീനിങ്സ് ഒരു ഡ്രോ ഈ മാച്ച് നടക്കുന്നുണ്ട്. പക്ഷേ മേ ബി ഐ ഹാവ് എ ഫീലിംഗ് മേ ബി എ സ്ലൈറ്റ് ഈ സീസണിലെ സോഫാർ സ്റ്റാർട്ട് വെച്ചും സോഫാർ യുണൈറ്റഡ് അണ്ടർ അമോറിയം വെച്ചും ഐ എം ഗോയിങ് ഫോർ എ 3-2 വിൻ ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും. എന്താണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് എന്ന് പറയാം? ഐ തിങ്ക് സിറ്റി വിൽ ബി ഇൻ ദ ടൈറ്റിൽ റേസ്. പെപ്പ് ഒരു 1-1.5 റണ്ണ് തുടങ്ങട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാലേ കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആവത്തുള്ളൂ. സോ ഈ ഒരു മാച്ച് വിന്നോടുകൂടി ആ ഒരു റണ്ണ് തുടങ്ങുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഗ്രേറ്റ്. പക്ഷെ നമുക്ക് നോക്കാം എങ്ങനെ പോകുന്നു. സിറ്റിക്കും ഇഞ്ചറി ഇഷ്യൂസ് ഉണ്ട്, അപ്പുറത്ത് യുണൈറ്റഡിനും ഇഞ്ചറി ഇഷ്യൂസ് ഉണ്ട്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയാം ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും? അവിടെ നിന്ന് നമ്മൾ നേരെ ലീഗയിലോട്ട് കിടക്കാനായിട്ടാണ്. റയൽ മാഡ്രിഡ് വേഴ്സസ് റയൽ സൊസിഡാഡ് അല്ലെ. സൊസിഡാഡിന്റെ ഹോം മാച്ചാണ് ഇന്ത്യൻ സമയം ഇന്ന് ശനിയാഴ്ച 7:45 ഈ മത്സരം നടക്കുക. ലിവർപൂളിന്റെ മാച്ച് ഇന്ത്യൻ സമയം സൺഡേ 6:30 സൺഡേ 9 മണിക്കാണ് മാഞ്ചസ്റ്റർ ഡെർബി. ഇന്ത്യൻ സമയം 7:45 നടക്കുന്ന ഈ ലലീഗ മാച്ചിൽ നമുക്കറിയാം റയൽ മാഡ്രിഡ് ലലീഗയിലെ സോഫാർ ദ ബെസ്റ്റ് സൈഡാണ് വിത്തൗട്ട് എ ഡൗട്ട്. 3 മാച്ചിലും 3 വിജയവും നേടിക്കൊണ്ട് ടേബിൾ ടോപ്പേഴ്സ് ആണ്. 3 മാച്ചിൽ നിന്ന് അവർ ആകപ്പാടെ കൺസീഡ് ചെയ്ത ഒരേ ഒരു ഗോളാണ്, അതും സെറ്റ് കോർണർ കിക്കിലൂടെ കൺസീഡ് ചെയ്തൊരു ഗോൾ. അപ്പുറത്ത് സൊസിഡാഡിന്റെ സ്റ്റാർട്ട് അധികം നല്ലതല്ല. അവർ സോഫാർ ഈ സീസണിൽ 2 സമനിലയും 1 തോൽവിയുമാണ് ഇപ്പോൾ സൊസിഡാഡിന് സീസണിൽ ഇതുവരെ ഉള്ളത്. ഒരു വിൻ അവർക്ക് നേടാനായിട്ട് സാധിച്ചിട്ടില്ല. അധികം കൺവിൻസിങ് അല്ല. അങ്ങനെ ഇമനോൽ അഗ്വാസിൽ ക്ലബ്ബ് ലീവ് ചെയ്തു, അവരുടെ ടോപ്പ് പ്ലേയേഴ്സ് എല്ലാം ക്ലബ്ബ് ലീവ് ചെയ്തു. സോ സൊസിഡാഡ്
ഇസ് നോട്ട് ദാറ്റ് ഓൾഡ് സൊസിഡാഡ് ആൻഡ് ചാബി അലോൺസോ നമുക്കറിയാം പുള്ളി കോച്ച് ചെയ്തിട്ടുള്ള ഒരു സൈഡുമാണ് സൊസിഡാഡ് അവരുടെ യൂത്ത് ടീമിലേക്ക്. സോ ഹീ ഈസ് കമ്മിങ് ബാക്ക്. ഐ ആം ഗോയിങ് ഫോർ എ റയൽ മാഡ്രിഡ് വിൻ. റയൽ മാഡ്രിഡിന് ചെറിയൊരു വറീസ് ഉള്ളത്, റുഡിഗർ ഈസ് ഔട്ട് ഫോർ 3 months എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ അത് റയൽ മാഡ്രിഡിന് ചെറിയൊരു അടിയാണ്. പക്ഷേ ഐ തിങ്ക് റയൽ മാഡ്രിഡ് വിൽ ബി വിന്നിങ് ദിസ് മാച്ച്. എൻ്റെ പ്രഡിക്ഷൻ ഒരു 3-0 റയൽ മാഡ്രിഡ് വിൻ എന്നൊരു ഫീലാണ്. ഐ തിങ്ക് കിലിയൻ എംബാപ്പെ വിൽ കണ്ടിന്യൂ ഹിസ് ഗോൾ സ്കോറിംഗ് ഫോം എന്നൊരു ഫീലും ഉണ്ട്. ഐ തിങ്ക് വിനീഷ്യസ് ജൂനിയറും മിക്കവാറും ഗോൾ ചാട്ടിൽ കാണുമെന്നൊരു ഫീലുണ്ട്. അവിടുന്ന് നമ്മൾ ലലീഗയിലെ ഈ വീക്കെൻഡിൽ ലലീഗയിൽ തന്നെ ഓൾ അക്രോസ് യൂറോപ്പിലെ വൺ ഓഫ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് മാച്ച് അത്ലറ്റിക്കോ മാഡ്രിഡ് വിൽ ബി ടേക്കിംഗ് ഓൺ VRL അറ്റ് മെട്രോപൊളിറ്റാനോ. അത്ലറ്റിക്കോയുടെ ഹോം മാച്ച് ആണ്. സോ ഫാർ ലീഗിൽ 2 ഡ്രോയും 1 തോൽവിയുമാണ് അത്ലറ്റിക്കോയ്ക്കുള്ളത്. ഒരു വിൻ പോലും നേടാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പുറത്ത് VRL ആദ്യത്തെ 2 മത്സരം ജയിച്ചപ്പം ലാസ്റ്റ് മാച്ച് അവർ തോൽക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. സോ VRLന്റെ സ്റ്റാർട്ടും കുഴപ്പമില്ലാത്ത സ്റ്റാർട്ടായിരുന്നു. പക്ഷെ മൂന്നാമത്തെ മാച്ച് ചെറിയൊരു അടി കിട്ടി. ആൻഡ് VRL ഇപ്പം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മാർസലിനോ അണ്ടർ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് അവർ കളിക്കുന്നത്. സോ ഇന്ത്യൻ സമയം നാളെ, ടെക്നിക്കലി പറയാനാണ് ഇന്ന് രാത്രിയാണ് സമയം മാച്ച് നടക്കുക യൂറോപ്പിൽ. പക്ഷേ ഇന്ത്യൻ സമയം നാളെ വെളുപ്പിന് 12:30, സൺഡേ വെളുപ്പിന് 12:30 നടക്കുന്ന മത്സരമാണിത്. ഐ തിങ്ക് അത്ലറ്റിക്കോ ഒരു വിന്നിങ് സ്റ്റാർട്ട് തുടങ്ങാൻ പോകുന്നു എന്നൊരു ഫീലുണ്ട് ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും. അത്ലറ്റിക്കോയുടെ ഹോം മാച്ചാണ്. നമുക്കറിയാം അവരൊരു റണ്ണ് നടത്താറുണ്ട് ഫസ്റ്റ് ഇന്റർനാഷണൽ ബ്രേക്ക് ചെയ്യാൻ. ആൻഡ് ലിവർപൂളിന് അഗെയിൻസ്റ്റ് ആൻഫീൽഡിലുമാണ് അടുത്ത മത്സരം. സോ അതിനു മുമ്പ് ഒരു വിൻ അത്യാവശ്യമാണ്. സോ ഐ ആം ഗോയിങ് ഫോർ ആൻ അത്ലറ്റിക്കോ മാഡ്രിഡ് വിൻ. ഐ തിങ്ക് ദിസ് വിൽ ബി എ ഹൈ സ്കോറിംഗ് മാച്ച്. ഒരു 3-2 ഫീൽ എനിക്ക് ഇപ്പോഴുണ്ട്. ഐ എം ഗോയിങ് ഫോർ എ 3-2 അത്ലറ്റിക്കോ മാഡ്രിഡ് വിൻ. നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. അതുപോലെ തന്നെ നമ്മൾ മൺഡേ വെളുപ്പിന് 12:30 നടക്കുന്ന മത്സരം ബാർസലോണ വേഴ്സസ് വലൻസിയ. ബാർസയുടെ ഫസ്റ്റ് ഹോം മാച്ച് യോഹാൻ ക്രൂയ്ഫ് സ്റ്റേഡിയത്തിലായിരിക്കും ഈ മത്സരം നടക്കുക. 6000 രൂപയ്ക്കാണ് സ്റ്റേഡിയത്തിന്റെ കപ്പാസിറ്റി. അവിടെ VAR ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഫാർ ഈ സീസൺ വലൻസിയ 1 വിജയം 1 ഡ്രോ 1 സമനില അങ്ങനെയാണ് വലൻസിയക്കുള്ളത്. വലൻസിയയുടെ സ്റ്റാർട്ട് അധികം കൺവിൻസിങ് അല്ല. അപ്പുറത്ത് ബാർസലോണയുടെ സ്റ്റാർട്ട് ഒട്ടും കൺവിൻസിങ് അല്ല എന്ന് പറയേണ്ടി വരും. ബാർസലോണ ആദ്യത്തെ മാച്ച് നയൻമാൻ മയോർക്കയ്ക്ക് അഗേൻസ്റ്റ് 3-0 ജയിച്ചു. പിന്നീട് ലെവാൻഡേക്ക് അഗേൻസ്റ്റ് 2-0 പുറകെ പോയതിനു ശേഷം സെക്കൻഡ് ഹാഫിൽ 3-2 ഒരു കംബാക്ക് നടത്തി. ആൻഡ് റയോ വയക്കാനൊക്കെ അഗേൻസ്റ്റ് നമ്മളെ കംപ്ലീറ്റ്ലി ഔട്ട് പ്ലേ ചെയ്തു. അവന്മാർ ലക്ക് കൊണ്ട് മാത്രം ഒരു ഡ്രോ ആയിട്ട് നമ്മൾ വന്നതാണ്. 1-1 ഡ്രോ ആയി. സോ 3 മാച്ചും കൺവിൻസിങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അല്ലായിരുന്നു ബാർസലോണയുടെ. സോ ഫ്ലിക്കിന്റെ ടാക്ടിക്സിൽ ചേഞ്ചുകൾ വരുത്തണം എന്നുള്ളത് എല്ലാം ആദ്യത്തെ 3 മാച്ചുകളിൽ നിന്ന് വിസിബിൾ ആയിരുന്നു. സോ ഇനി അടുത്ത ഇന്റർനാഷണൽ ബ്രേക്ക് തന്നെ വരുമ്പോൾ ഫ്ലിക്ക് പ്ലാൻ ബി ഇംപ്ലിമെന്റ് ചെയ്യുമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കൂടാതെ നമുക്കറിയാം സെയിന്റ് ജെയിംസ് പാർക്കിൽ വ്യാഴാഴ്ച ബാർസലോണ വിൽ ബി ടേക്കിംഗ് ഓൺ ന്യൂകാസിൽ യുണൈറ്റഡ്. ഈസി ആയിട്ടുള്ള ഒരു ഫിക്സർ ആയിരിക്കത്തില്ല. ബാർസലോണയ്ക്ക് ഇഞ്ചറി ഇഷ്യൂസ് ഉണ്ട്. ഗ്യാവി ഇഞ്ചേർഡ് ആണ്, ബാൾഡെ ഇഞ്ചേർഡ് ആണ്. സോ ഡിയോങ്ങിന്റെ കാര്യം ഡൗട്ട്ഫുൾ ആണ്. ഈ മാച്ചിലോട്ട് വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. സോ അങ്ങനെ കുറേ ഇഷ്യൂസ് ബാർസലോണയ്ക്ക് റൈറ്റ് നൗ ഉണ്ട്. സോ അത് അഡ്രസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആൻഡ് ലെഫ്റ്റ് സൈഡഡ് CB, ക്രിസ്ത്യൻസൺ, അറോഹോ, ജെറാർഡ് മാൽദീനി ആരാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യുക. കുബാർസിനെ വെച്ചാൽ ലെഫ്റ്റ് സൈഡഡ് CB എക്സ്പെരിമെന്റ്സുമായിട്ട് ഇനിയും പോകത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ബട്ട് ഐ ആം ഗോയിങ് ഫോർ എ ബാർസലോണ വിൻ. ഐ ആം ഗോയിങ് ഫോർ എ 5-2 ബാർസലോണ വിൻ ഹോം മാച്ച്. അതിനാൽ തന്നെ ഐ തിങ്ക് ഞങ്ങൾ ഗോളുകൾ കൺസീഡ് ചെയ്യുന്നൊരു ഫീൽ ഉണ്ട്. ബട്ട് ഗോൾ സ്കോർ ചെയ്തേ പറ്റൂ. നമ്മുടെ ഫൈനൽ തേർഡിൽ നമ്മുടെ ഫിനിഷിംഗ് ഇംപ്രൂവ് ചെയ്തേ പറ്റും. ഐ എം ഗോയിങ് ഫോർ എ 5-2 വിൻ. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയുക. റഫീനയുടെ ഗോളുകൾ വരുമെന്നൊരു പ്രതീക്ഷയുണ്ട് ഈ മാച്ചിൽ. സോ അവിടുന്ന് നമ്മൾ നേരെ സിരിയയിലോട്ട് കിടക്കുകയാണ്. സോ സിരിയയിലോട്ട് വരുമ്പോഴേക്കും മോസ്റ്റ് എക്സൈറ്റിംഗ് മാച്ച് വിത്തൗട്ട് എ ഡൗട്ട് യുവൻഡസ് വേഴ്സസ് ഇന്റർ മിലാൻ ആണ്. സോ ഇന്ന് രാത്രി 9:30 ആ മത്സരം നടക്കുക. യുവൻഡസ് 2 മാച്ചിലും 2 ജയിച്ചാണ് ഈ സീസൺ തുടങ്ങിയിരിക്കുന്നത്. അതേസമയത്ത് ചീവുവിന്റെ ഇന്റർ ആണെങ്കിൽ ആദ്യത്തെ മാച്ച് ടൊറീനോനെ 5-0 തോപ്പിച്ചെങ്കിലും തൊട്ടടുത്ത മാച്ചിൽ നമ്മൾ നോക്കാനായിട്ട് ഉഡിനീസിയോട്, അതും ഹോമിൽ സാൻസീറോയിൽ 2-1 തോക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. സോ ഈ മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും ഐ തിങ്ക് ഹോം മാച്ച് ആയതിനാൽ തന്നെ ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് യുവൻഡസിന് ഉണ്ട് എന്നൊരു ഫീൽ ഉണ്ട്. യുവൻഡസ് സോ ഫാർ ഡിഫെൻസീവ്ലി ലുക്ക് സോളിഡ്. സോ ഐ എം ലീനിങ് സ്ലൈറ്റ്ലി ടുവേർഡ്സ് യുവൻഡസ്. എനിക്ക് തോന്നുന്നു ഇതൊരു 1-0 യുവൻഡസ് വിൻ ആവുന്ന ഒരു ഫീലാണ് ഇപ്പോഴുള്ളത്. നിങ്ങൾക്ക് എന്താണ് ഈ മാച്ചിലോട്ട് വരുമ്പോൾ ഉള്ള ഒപ്പീനിയൻ എന്ന് പറയാം. സോ അതുപോലെ തന്നെ AC മിലാൻ വിൽ ബി ടേക്കിംഗ് ഓൺ ബൊളോഗ്ന. സോ AC മിലാൻ ബൊളോഗ്ന മൺഡേ വെളുപ്പിന് 12:15 ഈ മത്സരം നടക്കുക. സോ ഈ മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും സോ ഫാർ ബൊളോഗ്ന 1-0 റോമയോട് തോറ്റു. രണ്ടാമത്തെ മാച്ചിൽ 1-0 അവർ കോമോനെ തോപ്പിച്ചു. അതേസമയത്ത് മിലാന്റെ സ്റ്റാർട്ട് ഒരു വിന്നും ഒരു ഡ്രോയും ആയിട്ടാണ്. ഫസ്റ്റ് മാച്ചിൽ അവർ ക്രിമിനോസ എന്ന് പറയുന്ന റെലഗേഷൻ സോണിൽ നിന്ന് കയറി വന്ന ടീമിനോട് സാൻസീറോയിൽ 2-1 തോക്കുകയുണ്ടായി. തൊട്ടടുത്ത മാച്ചിൽ അവർ ലെച്ചേനെ എവേ ചെന്നിട്ട് 2-0 തോപ്പിക്കുകയുണ്ടായി. സോ ഒരു വിന്നും ഒരു ലോസുമായിട്ടാണ് മിലാൻ നിൽക്കുന്നത്. സോ മിലാൻ എങ്ങനെ സ്ക്വാഡ് അറേഞ്ച് ചെയ്യും, എങ്ങനെ അലഗ്രി ടീമിനെ സെറ്റപ്പ് ചെയ്യും, മോഡ്രിച്ചും റാബിയോട്ടും എല്ലാവരും ഉണ്ട്, എങ്ങനെ ടീം സെറ്റപ്പ് ചെയ്യുമെന്ന് ഞാനും ഈഗർലി നോക്കിയിരിക്കുകയാണ് ഈ മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും. സോ ഫാർ നമുക്കറിയാം AC മിലാൻ യൂറോപ്യൻ ഫുട്ബോൾ ഒന്നുമില്ല. സോ ലീഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ടോപ്പ് 4 ആയിരിക്കും മിലാൻ ഫാൻസ് എക്സ്പെക്ട് ചെയ്യുന്നത്. എനിക്കിപ്പം റൈറ്റിന് ഒരു ടൈറ്റിൽ റേസർ ഉണ്ടാവുമെന്ന് യാതൊരു ഫീലും ഇല്ല.
സോ അപ്പുറത്ത് നമ്മൾ നാപ്പൊളിയുടെ മാച്ച് ഏതാണെന്ന് ചോദിച്ചാൽ നാപ്പൊളി ഫ്യോറന്റീനനെ സൺഡേ വെളുപ്പിനെ 12:15 നേരിടാനായിട്ട് പോകുന്നത്. സോ നമുക്കറിയാം നാപ്പൊളി കളിച്ച ആദ്യത്തെ 2 മാച്ചും നമ്മൾ നോക്കാനായിട്ടാണ് ജയമായിട്ടാണ് തുടങ്ങിയത്. അപ്പുറത്ത് ഫ്യോറന്റീന കളിച്ച 2 മാച്ചും ഡ്രോ ആവുകയായിരുന്നു. സോ ഫ്യോറന്റീനയുടെ ഹോം മാച്ചാണ്, അപ്പുറത്ത് നാപ്പൊളിക്ക് അവേ ഫിക്സറാണ്. ബട്ട് ഐ തിങ്ക് ആന്റോണിയോ കോണ്ടയുടെ ടീം വിൽ കണ്ടിന്യൂ ദർ വിന്നിങ് സ്ട്രീക്ക് എന്നൊരു ഫീലാണ് ഇപ്പോഴുള്ളത്. ലീനിങ് മോർ ടുവേർഡ്സ് 2-1. ഈസി ആയിരിക്കത്തില്ല, ഒരു 2-1 നാപ്പൊളി വിന്നാണ് ഇപ്പോഴത്തെ എൻ്റെ പ്രഡിക്ഷൻ. സോ അവിടെ നമ്മൾ ബയൺ മ്യൂണിക്കിന്റെ മാച്ച് എന്ന് പറയാനായിട്ട് നോക്കുന്നത്. സോ ബയൺ മ്യൂണിക്ക് ആണെങ്കിൽ ഹാംബർഗിനെയാണ് നേരിടുക, അതും ഹോം മാച്ചാണ്. സോ ബയൺ മ്യൂണിക്ക് ആദ്യത്തെ 2 കളികളിൽ നിന്ന് 9 ഗോൾസാണ് ലീഗ് സ്കോർ ചെയ്തത്. ആദ്യത്തെ മാച്ച് ലൈപ്സിഗിനെ അവർ 6-0 ഒപ്പിച്ചു. രണ്ടാമത്തെ മാച്ച് 3-0 ലീഡായിരുന്നു, 3-2 ആക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ട ഒപ്പോണൻസ്. സോ ഡിഫൻസീവ്ലി സ്റ്റിൽ വറീസ് ഉണ്ട് ബയൺ മ്യൂണിക്കിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും. അപ്പുറത്ത് ഹാംബർഗ് ആണെങ്കിൽ കളിച്ച ഒരു കളി ഡ്രോയും ഒരു കളി തോൽവിയുമായിരുന്നു. സോ വിൻലെസ് ആണ് ഹാംബർഗ്. സോ ഇന്ന് രാത്രി 10 മണിക്കാണ് ഈ മത്സരം നടക്കുക. സോ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയും ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കുള്ള. ഐ തിങ്ക് ഹോം മാച്ച് ആയതിനാൽ തന്നെ ഐ തിങ്ക് ബയൺ മ്യൂണിക് ഇസ് ഗോയിങ് ടു ഡിസ്ട്രോയ് ഹാംബർഗ് എന്നൊരു ഫീൽ ഉണ്ട്. ഐ തിങ്ക് ഒരു 4-0 ബയൺ മ്യൂണിക് വിന്നാണ് ഞാൻ ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും പ്രഡിക്റ്റ് ചെയ്യുക. സോ മിലാൻ ബൊളോഗ്നയുടെ പ്രഡിക്ഷൻ പറയാൻ വിട്ടുപോയി. സോ മിലാൻ വേഴ്സസ് ബൊളോഗ്ന മാച്ച്. സോ ഐ തിങ്ക് മിലാൻ്റെ ഹോം മാച്ച് ആയതിനാൽ തന്നെ ഐ തിങ്ക് മിലാൻ വിൽ കണ്ടിന്യൂ. ലാസ്റ്റ് മാച്ചിലെ വിൻ എന്നൊരു ഫീൽ ഉണ്ട്. സോ ഐ എം ഗോയിങ് ഫോർ എ 1-0 മിലാൻ വിൻ റൈറ്റ് നൗ. സോ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ എൻ്റെ പ്രഡിക്ഷൻസ് മറ്റുമൊക്കെ. സോ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം, ഈ സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ എന്നുള്ള ഒപ്പീനിയനോടെ പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും.